recurrence relation for central moments of Poisson distribution. If x follows Poisson with lambda, then we have to prove that mu r plus 1 is equal to lambda into r mu r minus 1 plus d mu r by d lambda. Mu r plus 1 is r plus 1th moment, mu r minus 1 r minus 1th moment. Mu r is rth central moment, central moments. ഏതെങ്കിലും mu r ഉം mu r minus 1 ഉം അറിയുകയാണെങ്കിൽ നമുക്ക് mu r plus 1 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് റെക്കറൻസ് റിലേഷൻ ഫോർ സെൻട്രൽ മൊമെൻറ്റ്സ്. We know the expression for rth central moment. Mu r is equal to expectation of x minus expectation of x whole raised to r. That is x minus lambda whole raised to r. Expectation of x minus lambda whole raised to r. That is summation 0 to infinity x minus lambda raised to r into f of x. F of x is e raised to minus lambda lambda raised to x by x factorial. Now differentiating with respect to lambda, we get d mu r by d lambda is equal to x minus lambda raised to r, e raised to minus lambda, lambda raised to x. ഇതെല്ലാം ലാംഡയുടെ ഫംഗ്ഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് u into v into w, that is equal to uv into derivative of w plus uw into derivative of v plus vw into derivative of u. അങ്ങനെ അപ്പോൾ ആ ഫോർമുല വെച്ചിട്ട് ഇവിടെ summation of 1 by x factorial is independent of lambda. നമ്മളിവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ലാംഡ അല്ലേ. 1 by x factorial പുറത്തെടുത്തു. എന്നിട്ട് ഫസ്റ്റ് നമുക്ക് എക്സ് മൈനസ് ലാംഡ റേസ് ടു ആറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം with respect to lambda. Therefore, e raised to minus lambda, lambda raised to x. And differentiating x minus lambda whole raised to r with respect to lambda, we get r into x minus lambda raised to r minus 1 into derivative of x minus lambda, that is minus 1. We are differentiating with respect to lambda. Plus x minus lambda raised to r into ഇവിടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഇ റേസ് ടു മൈനസ് ലാംഡേനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് മൈനസ് ലാംഡ റേസ് ടു ആർ ഇൻറ്റു മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റേസ് ടു എക്സ്. ഇനി അടുത്തത് നമുക്ക് ലാംഡ റേസ് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് മൈനസ് ലാംഡ റേസ് ടു ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് മൈനസ് 1 അല്ലേ. Now from first two terms, the first term is, in the first term minus r is independent of x. Therefore minus r into summation 0 to infinity x minus lambda raised to r minus 1 e raised to minus lambda lambda raised to x by this x factorial. ഇവിടെ ഒരു മൈനസ് 1 ഉണ്ട് അല്ലേ. അപ്പോൾ മൈനസ് ആർ ഇൻറ്റു സമ്മേഷൻ 0 ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് ലാംഡ റേസ് ടു ആർ മൈനസ് 1 ഇൻറ്റു ഇ റേസ് മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ദിസ് ഇസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഇതിനെ നമുക്ക് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യാം. രണ്ടിൽ കോമൺ ആയിട്ട് ഇ റേസ് ടു മൈനസ് ലാംഡ ഉണ്ട്. ലാംഡ റേസ് ടു എക്സ് പുറത്തെടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എക്സ് ബൈ ലാംഡ എന്ന് കൊടുക്കാം. അപ്പോൾ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് പുറത്തെടുത്തു. ഓൾറെഡി ഇവിടെ 1 ബൈ എക്സ് ഫാക്ടോറിയൽ ഉണ്ട്. Summation of 0 to infinity 1 by x factorial into the v2. Ini x minus lambda raised to r is common for both. Therefore, we get summation 0 to infinity x minus lambda raised to r into e raised to minus lambda common ആണ്. lambda raised to x പുറത്തെടുക്കുമ്പോൾ നമുക്കിവിടെ സെക്കൻഡ് ടേമിൽ x by lambda എന്ന് വരും by x factorial. അപ്പോൾ ബ്രാക്കറ്റിൽ ഇവിടെ ഒരു മൈനസ് 1 ഉണ്ടല്ലോ. മൈനസ് 1 പ്ലസ് ഇവിടെ എക്സ് ബൈ ലാംഡ. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? മൈനസ് ആർ ഇൻറ്റു എക്സ് മൈനസ് ലാംഡ റേസ് ആർ മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സമ്മേഷൻ 0 ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് ലാംഡ റേസ് ആർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് മൈനസ് ലാംഡ ബൈ ലാംഡ. ദ ഫസ്റ്റ് എക്സ്പ്രഷൻ ഈസ് mu r minus 1 and second is mu r into second
എക്സ് മൈനസ് ലാംഡ റേഷ്യോ ആർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് മൈനസ് ലാംഡയും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ എക്സ് മൈനസ് ലാംഡ റേഷ്യോ ആർ പ്ലസ് വൺ ബൈ ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് മ്യൂ ആർ പ്ലസ് വൺ. മ്യൂ ആർ പ്ലസ് വൺ, നോ, ഇവിടെ എക്സ് മൈനസ് ലാംഡ റേഷ്യോ ആർ പ്ലസ് വൺ ഇൻറ്റു എഫ് ഓഫ് എക്സ് ബൈ ലാംഡ, ദാറ്റ് ഈസ് മ്യൂ ആർ പ്ലസ് വൺ. അപ്പോൾ ഈ മൈനസ് ആറിൻ്റെ മ്യൂ ആർ മൈനസ് വൺ ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഡി, ഇവിടെ നമ്മൾ ഡി മ്യൂ ആർ ബൈ ഡി ലാംഡ ആയിരുന്നല്ലോ, പ്ലസ് ആർ ഇൻറ്റു ഈ മൈനസ് ആർ ഇപ്പോഴത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആർ ഇൻറ്റു മ്യൂ ആർ മൈനസ് വൺ ഈക്വൽ ടു മ്യൂ ആർ പ്ലസ് വൺ ബൈ ലാംഡ. അപ്പോൾ മ്യൂ ആർ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു, ഇതിവിടെ നിർത്തിയിട്ട് ഈ ലാംഡ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മ്യൂ ആർ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡി മ്യൂ ആർ ബൈ ഡി ലാംഡ പ്ലസ് ആർ ഇൻറ്റു മ്യൂ ആർ മൈനസ് വൺ. That is the relation between, recurrence relation between r minus 1 and r plus 1. അപ്പോൾ അതായത് ആർത്തും ആർ മൈനസ് വണ്ണത്തും അറിയുകയാണെങ്കിൽ നമുക്ക് ആർ പ്ലസ് വണ്ണത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ബൈ ഡെഫിനിഷൻ വി നോ ദാറ്റ് മ്യൂ നോട്ട് ഇസ് ഈക്വൽ ടു 1 ആൻഡ് മ്യൂ 1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് രണ്ടും അറിയുകയാണെങ്കിൽ നമുക്ക് മ്യൂ 2 കാൽക്കുലേറ്റ് ചെയ്യാം. മ്യൂ നോട്ട് ഇസ് ഈക്വൽ ടു 1 ആൻഡ് ഫസ്റ്റ് സെൻട്രൽ മൊമെൻറ്റ് ഇസ് 0 അല്ലേ. അത് വെച്ചിട്ട് നമുക്ക് മ്യൂ 2 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ put r equal to 1 in the relation, therefore we get mu 1 plus 1, that is mu 2 is equal to lambda into r in the value 1 into mu naught plus d mu 1 by d lambda. Mu naught is equal to 1 and mu 1 is equal to 0. Therefore mu 2 is equal to lambda into 1 plus 0. Lambda into 1 plus 0, that is lambda. Similarly, putting r equal to 2, we get mu 3. R equal to 2 is 2 plus 1, that is mu 3 is equal to lambda into 2 into mu 2 minus 1, that is mu 1 plus d mu 2 by d lambda. Mu 1 is equal to 0, substitute idude. Mu 2 is equal to lambda, therefore d lambda by d lambda, that is 1. Therefore mu 3 is equal to lambda into 2 into 0, that is 2 into 0, that is 0 plus 1. So lambda into 0 plus 1, that is lambda. Similarly we can obtain mu 4 also. Then you may find skewness and kurtosis by the recurrence relation. Next we have to find the mode of the Poisson distribution. Mode is the value of the random variable having the maximum probability. If x is a mode, then f of x will be maximum. നമ്മൾ ബൈനോമിയലിൽ ചെയ്ത പോലെ ഡിസ്ക്രീറ്റ് കേസാണ്. അപ്പോൾ if x മോഡ് ആണെങ്കിൽ it is the probability of x is greater than x plus 1 and similarly probability of x is greater than f of x minus 1 also. Probability of x minus 1 also. So first we can take f of x is greater than or equal to f of x plus 1. That is f of x എന്ന് പറഞ്ഞാൽ പോസോണിൻ്റെ കേസിൽ e raised to minus lambda lambda raised to x by x factorial. f of x1 plus 1 എന്ന് പറഞ്ഞാൽ e raised to minus lambda lambda raised to x plus 1 by x plus 1 factorial. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ രണ്ട് സൈഡിൽ e raised to minus lambda ഉണ്ട്, lambda raised to x ഉണ്ട്. അപ്പോൾ ബാക്കി ഇവിടെ ലാംഡ വരും അല്ലേ. ഇവിടെ ലാംഡ raised to x plus 1, ഇവിടെ x ഫാക്ടോറിയൽ, ഇവിടെ x plus 1 ഫാക്ടോറിയൽ. ഇപ്പോൾ രണ്ടും കൂടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 1 by x plus 1 വരും. അപ്പോൾ 1 is from the relation f of x is greater than f of x plus 1, we get 1 is greater than or equal to lambda by x plus 1. Now by cross multiplying we get x plus 1 is greater than or equal to lambda, or we can write lambda is less than or equal to x plus 1. Or we can write ഇവിടെ നിന്ന് ഈ പ്ലസ് 1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ x is greater than or equal to lambda minus 1, or we can write lambda minus 1 is less than or equal to x. അപ്പോൾ x മോഡാണെങ്കിൽ lambda minus 1 is less than or equal to x എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ റിലേഷൻ f of x is greater than f of x minus 1. ആ റിലേഷനിൽ നിന്ന് e raised to minus lambda lambda raised to x by x factorial is greater than or equal to f of x minus 1 എന്ന് പറഞ്ഞാൽ ഇവിടെ x ന് വരെ x minus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ e raised to minus lambda lambda raised to x minus 1 by
എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. ഇപ്പോൾ ഇവിടെ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇ റേസ് മൈനസ് ലാംഡ ക്യാൻസൽസ്. ലാംഡ റേസ് എക്സ് ഇവിടെ ഉണ്ട്, ഇവിടെ ലാംഡ റേസ് എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ ഇവിടെ ഒരു റിമൈനിങ് ലാംഡ വരും. ഇവിടെ എക്സ് ഫാക്ടോറിയൽ, ഇവിടെ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. രണ്ടും കൂടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എക്സ് റിമൈൻ ചെയ്യും. അപ്പോൾ the relation is lambda by x is greater than or equal to 1. That is lambda is greater than or equal to x. Or we can write x is less than or equal to lambda. So if x is the mode, then we get from 1 and 2 that first relation lambda minus 1 is less than or equal to x. Second relation x is less than or equal to lambda. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഴുതാം if x is the mode, then lambda minus 1 is less than or equal to x, less than or equal to lambda. അപ്പോൾ അതായത് മോഡ് എന്നുള്ള വാല്യൂ ലാംഡ മൈനസ് 1ൻ്റെയും ലാംഡയുടെയും ഇടയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇൻറ്റിജർ വാല്യൂസ് അല്ലേ പോസോൺ ഡിസ്ട്രിബ്യൂഷനൊക്കെ എടുക്കുന്നത്. അപ്പോൾ ലാംഡ ഒരു ഇൻറ്റിജർ ആണെങ്കിൽ there is a ബൈമോഡൽ കേസ്. ബൈമോഡൽ കേസ് വരും. അതായത് ലാംഡ ഈക്വൽ ടു ആർ ആണെങ്കിൽ ആറും ആർ മൈനസ് 1ഉം മോഡായിരിക്കും. ഇഫ് ലാംഡ ഈസ് നോട്ട് ആൻ ഇൻറ്റിജർ, അതായത് 2.5 ആണ് ലാംഡയുടെ വാല്യൂ എന്ന് ഇരിക്കുക. ഇപ്പോൾ ദ മോഡ് ഈസ് ലൈസ് ബിറ്റ്വീൻ 1.5 ആൻഡ് 2.5. ലാംഡ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1.5 വരും. അപ്പോൾ ലാംഡ ദ മോഡ് ലൈസ് ബിറ്റ്വീൻ 1.5 ആൻഡ് 2.5. ദാറ്റ് ഈസ് 2 അതിൻ്റെ ഇടയിലുള്ള ഇൻറ്റിജറാണ് മോഡ്. അതായത് 2 ഇസ് ദ മോഡ്. അപ്പോൾ lambda is an integer, then there is a bimodal case, and if lambda is not an integer, then we get a single model case. So Poisson distribution mode lies between lambda minus 1 and lambda. ഇനി അടുത്തത് ഫിറ്റിംഗ് ഓഫ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ ബൈനോമിയലിൽ ഫിറ്റിംഗ് പഠിച്ചു. By fitting of Poisson distribution, we mean to calculate the expected Poisson frequencies against the given observed frequencies. അതായത് പ്രോബബിലിറ്റീനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഫിറ്റിംഗ്. അപ്പോൾ ഒരു പ്രാവശ്യം നടക്കുന്ന n ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എത്ര ഒബ്സർവേഷൻസ് ഉണ്ടാവുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് പ്രോബബിലിറ്റി ഫിറ്റിംഗ് ഓഫ് Poisson distribution. The theoretical frequencies are obtained by multiplying the Poisson probabilities by the total frequency. If f of x is not the Poisson frequency, then the total frequency is given by n into p of x. That is total frequency കിട്ടാനായിട്ട് total frequency is equal to f of x എന്ന് ഇവിടെ എഴുതണ്ട. The total frequency is equal to n into p of x. p of x എന്ന് പറഞ്ഞാൽ e raised to minus lambda lambda raised to x by x factorial. അപ്പോൾ ഈ ലാംഡ നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു തന്നിരിക്കുന്ന ഒബ്സർവേഷൻ കുറച്ച് വാല്യൂസ് ഉണ്ടാവും. തന്നിരിക്കുന്ന സാമ്പിൾ വെച്ചിട്ട് ഇതിൽ പോസോൺ ഫിറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ആ കേസിൽ നമുക്ക് ലാംഡ ആണ് ആകെയുള്ള പാരാമീറ്റർ. ലാംഡ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ മീനാണ് നമ്മുടെ തന്നിരിക്കുന്ന പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ലാംഡയാണ്. അപ്പോൾ തന്നിരിക്കുന്ന സാമ്പിൾ ഒബ്സർവേഷൻ്റെ മീൻ നമുക്ക് ലാംഡയുടെ എസ്റ്റിമേറ്റ് ആയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാം. പോസോണിൻ്റെ ഫിറ്റിങ്ങിൻ്റെ പ്രോബ്ലം ചെയ്യാം കേട്ടോ.